ഓ ഹായ് ഗായ്സ്, വെൽക്കം ടു എം ടി വേൾഡ്. അപ്പോൾ ഗായ്സ്, ഞാൻ നൈസായിട്ട് ചാനലിൻ്റെ പേരങ്ങ് മാറ്റിയിട്ടോ ഗായ്സ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഒരു ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിട്ടിട്ട് ഞാൻ അതിൻ്റെ ഗെയിമിങ്ങിൽ ഒരു വീഡിയോ ഇടാതെ കണ്ട വീഡിയോസ് ഫുള്ള് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗെയിമിങ്ങിൻ്റെ പേര് വെച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇടണ്ടല്ലോ. അപ്പോൾ ഗായ്സ്, ഞാനതുകൊണ്ടാണ് പേര് മാറ്റിയത്. ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് ആണ്. എം ഐൻ്റെ പുതിയ ലോഞ്ചിങ് ആയ MI10i 5G സ്മാർട്ട് ഫോണാണ്. ഞാൻ ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തത്. നമുക്കിത് അൺബോക്സ് ചെയ്യാൻ തന്നിട്ടുള്ളത് സുധീഷ് MS ആണ്. പറഞ്ഞൊരു ചേട്ടനാണ്. മൂപ്പരാണ് നമുക്കിത് അൺബോക്സ് ചെയ്യാൻ തന്നിട്ടുള്ളത്. അപ്പോൾ മൂപ്പർക്ക് സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. കുഴപ്പമില്ല ഗൈസ്, ബട്ട് ആമസോണിൻ്റെ പാക്കിംഗ് നമ്മൾ പറയാമെന്നല്ലോ. ആമസോണിൻ്റെ പാക്കിംഗ് ക്വാളിറ്റി ഈസ് വെരി ബാഡ്. പുറത്തത്തെ കവർ കുഴപ്പമില്ലായിരുന്നു, ബട്ട് ഉള്ളിലുള്ള പാക്കിംഗ് ക്വാളിറ്റി ഈസ് വെരി ബാഡ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ഇറ്റ്സ് നോട്ട് എ ഗുഡ് പാക്കിംഗ്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും കുഴപ്പമില്ല. അൺബോക്സിങ്ങിൽ കിടക്കുക, ഉള്ളിലുള്ള സാധനം നന്നായാൽ മതിയല്ലോ, പുറത്തുള്ള പാക്കിംഗ് പോയാലും. ഇത് നോട്ട് ജഡ്ജ് ബുക്ക് ബൈറ്റ്സ് കവർന്നാണല്ലോ. നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ കാലങ്ങളായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒന്നുമില്ല. എനിക്ക് പനിയായിരുന്നു, ഞാനപ്പോൾ അഡ്മിറ്റല്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ കോവിഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. വൈറൽ ഫീവർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൗണ്ടൊന്നും അധികം ഇതാക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. അവിടെ പാക്കിങ് കാണുമ്പോഴാണ് എനിക്ക് ഇതെടുത്തിട്ട് ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നത്. ബട്ട് നമുക്കുള്ളിലുള്ള പ്രൊഡക്റ്റ് നോക്കാം. MI10i 5G ഗൈസ്, നല്ല വെയിറ്റുള്ള ഫോണാണ്. MIൻ്റെ ഇപ്പോൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മോട്ടോയും MI മാത്രമാണ് നമുക്കിപ്പോൾ 5G ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ മോട്ടോയും MIൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. MI ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, MIൻ്റെ 10i. അപ്പോൾ ഗൈസ്, ഇതാണ് MI10i. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 21,999 ആണ്. 22,000 തന്നെയാണ് അപ്രോക്സിമേറ്റ്ലി പ്രൈസ് വന്നിട്ടുള്ളത്. നമ്മൾ EMI ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. 6 മന്ത് EMI ബജാജിൻ്റെ കാർഡ് വഴി. ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, ബജാജ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് പൊട്ടിക്കുകയാണ്. ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് പറയണ്ടേ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇൻട്രൊഡക്ഷൻ. അവരൊരു ഡിസൈൻ Xiaomi അവരൊരു ചെറിയ എന്താ പറയുക ആഡും കൊടുത്തിട്ടുണ്ട്. സൂം ആവുന്നില്ല, ഇടയ്ക്ക് സൂം ഔട്ടായി പോകുന്നുണ്ട്. ക്ഷമിക്കണം ഗൈസ്, നമ്മളെ ഫോണിൻ്റെ സെറ്റപ്പാണ്. ഞാൻ ഒറ്റയ്ക്കുള്ള അൺബോക്സ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫോൺ ഞാനവിടെ ഒരു തൂക്കിട്ടിക്കുകയാണ്. അതാണ് ഗൈസ് എന്താ പ്രശ്നം വരുന്നത്. എന്നാലും നമുക്ക് ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ ഗൈസ്, MIൻ്റെ യൂസർ മാനുവലാണ് ഗൈസ്. നമുക്ക് എന്തായാലും യൂസർ മാനുവൽ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. നമ്മളൊരു സ്വഭാവം വെച്ചിട്ട് യൂസർ മാനുവൽ നമ്മൾ വായിക്കില്ല. അതുകൊണ്ട് യൂസർ മാനുവൽ അവിടെ ഒട്ടിക്കുന്നു. നമുക്ക് നോക്കാം. MIൻ്റെ ഡിസൈൻ ജെൽ കേസാണ് ഗൈസ്. MIൻ്റെ ജെൽ കേസാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ള. വേറെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ജെൽ കേസ് തന്നെയാണ്. ട്രാൻസ്പെറൻ്റ് അല്ല, ഒരു ഷെയ്ഡിയാണ്. ക്യാമറേൻ്റെ അവിടെ ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷേ ബാക്കി വശങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് ഷെയ്ഡിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ഗായ്സ്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫോൺ MI10i 5G. ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ 750 ആണ് പ്രൊസസ്സർ വന്നിട്ടുള്ളത്. അപ്പോൾ ഗായ്സ് നോക്കൂ, ഒടുക്കത നല്ല പക്ക പ്രീമിയം ലുക്കിലുള്ള ഒരു ഫോണാണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിൻ്റെ അങ്ങേയറ്റം. ഗായ്സ്, പ്രീമിയം ഫോണാണ്. പിന്നെ ഇതിൽ ഫ്രണ്ട് ക്യാമറ 16 MB ആണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 108 MB ആണ്. 8 MB അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ 2 MB മാക്രോ പ്ലസ് 2 MB ഡെപ്ത് ക്യാമറ. കൊറില്ല ഗ്ലാസ് 5 ആണ് ഗായ്സ് ഇതിന് പ്രൊട്ടക്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത്യാവശ്യം എന്താ പറയുക, കൊറില്ല ഗ്ലാസ് 5 എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. നമ്മൾ ലേറ്റസ്റ്റ് അല്ല എന്ന് വെച്ചാൽ നമ്മൾ 2 വർഷം മുന്നേ തന്നെ അസ്യൂസിൻ്റെ ഫോണുകളിൽ കൊറില്ല ഗ്ലാസ് 6 വരുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണും കൊറില്ല ഗ്ലാസ് 5 ടെക്നോളജി വെച്ചിട്ടാണ് അത്യാവശ്യം ഇപ്പോൾ എല്ലാ ഫോണും ഇറങ്ങുന്നത്. അപ്പോൾ കൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന സൈഡിലാണ് പവർ ബട്ടൺ കം ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാൻ വെക്കാം. എന്നിട്ട് ബാക്കി ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നമ്മളത് ഓപ്പൺ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പ്രൊസസ്സർ ഞാൻ പറഞ്ഞല്ലോ, സ്നാപ്ഡ്രാഗൺ 750G എന്ന് വെച്ചാൽ 5Gയുടെ
ഒരു ഏറ്റവും കുറഞ്ഞ 5G പ്രോസസ്സറിൽ ഏറ്റവും കുറഞ്ഞൊരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 750 എന്ന് പറയുന്നത്. ബട്ട് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഫോണാണ്. 108 MB ക്യാമ് വരുന്നുണ്ട്. ബട്ട് എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഒരു നെഗറ്റീവ് ഫീച്ചർ എന്ന് തോന്നുന്നത് ഇതിൻ്റെ LCD ഡിസ്പ്ലേ ആണ് MI നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് അത് ഓപ്പൺ ആവട്ടെ. നമുക്ക് ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. കവറാണ്. യെസ് ഗൈസ്, കാര്യമായിട്ടൊന്നുമില്ല. നമുക്കൊരു USB കേബിളും ചാർജറും കൂടിയേ ഉള്ളൂ. USB കേബിൾ MIൻ്റെ 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് USB അഡാപ്റ്ററാണ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു Type-C കേബിളുമാണ് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫോൺ. എന്തായാലും ഫോണിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4820 mAh ആണ്. അങ്ങനത്തെ കണക്കെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4820 mAh ആണ്. അതേപോലെ ഇതൊന്നുമില്ല ഗൈസ്. ഇതിൻ്റെ ബാക്ക് ഷെയ്ഡ് വെച്ചാൽ ഗ്ലാസ് ആ പ്രീമിയം ഡിസൈൻ കണ്ടോ ഗൈസ്. ഡിസൈൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിസൈൻ ഒരു കർവ്ഡ്, അത് ബാക്ക് കാണുമ്പോൾ തന്നെ ഒരു കർവ്ഡ് ഡിസൈനാണ് ഗൈസ്. പിന്നെ ഇതിന് ഫിംഗർ പ്രിൻ്റ് സൈഡാണ്. അതുപോലെ സത്യം പറയാമല്ലോ, ഇവർ ഇതിനൊരു LED ഡിസ്പ്ലേയും കൂടി ആയിരുന്നെങ്കിൽ ഗൈസ് ഒരു 2000 rupees അധികം ആയിക്കോട്ടെ, കുഴപ്പമില്ല. ബട്ട് ഇതിനൊരു LED ഡിസ്പ്ലേയും കൂടി ആയിരുന്നു ഗൈസ്. ഇതൊരു അടിപൊളി ഫോണാണ്. അല്ലെങ്കിലും അടിപൊളി ഫോൺ തന്നെയാണ്. പക്ഷേ നമ്മൾ ഡിസ്പ്ലേ ഫീച്ചർ വരുമ്പോൾ നമുക്ക് ഇത് LCD ആണ് വരുന്നതെന്നുള്ളൂ. വളരെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ബാക്കിയെല്ലാം കൊണ്ട് ഒരു അടിപൊളി ഫോണാണ്. കാരണം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആണ്. 22,000 നമുക്കിപ്പോൾ 22,000 ഒട്ടുമിക്ക കമ്പനീസ് തരുന്ന ഫോണിന് 4G ഫോൺ തന്നെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ചെറിയ ചുരുക്കം ചില ഫോണുകൾക്ക് മാത്രമേ LED ഡിസ്പ്ലേ വരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ MI 10i 5G. ഗൈസ് നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. സ്കിപ്പിംഗ് യൂസർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. നമുക്ക് ക്ലാസിക് അപ്ലോ ആണെങ്കിൽ നമുക്ക് ക്ലാസിക് മതി. ക്ലാസിക് സെറ്റപ്പ് MI 12 ഇസ് റെഡി. ഗൈസ് ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് 6GB 128 ആണ് കേട്ടോ ഗൈസ്. നമ്മൾ ബഡ്ജറ്റിൽ 6GB 128 ആയിരുന്നു നമുക്ക് എടുക്കാൻ പാകത്തിനുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ് 6GB 128 ആണ് നമ്മളെടുത്ത വേരിയൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റി വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഗൈസ് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.